നമ്മളൊക്കെ മാമിന്റെ വലിയ ഫാൻസാണ്. മാമിന്റെ എനിക്കൊന്ന് മാം പാടിയ എല്ലാ പാട്ടുകളും നമ്മൾ കേട്ട എല്ലാം സൂപ്പർ ഹിറ്റ്സ് ആണ്, സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഫ്ലോറിൽ മാമിന്റെ കൂടെ ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ ഭയങ്കര വലിയ ഭാഗ്യമാണ്. ഈ മനുഷ്യന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിലും ഓർക്കസ്ട്ര, പാറു, നമ്മളെല്ലാവർക്കും ഇത് ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. അല്ല, അത് മാത്രല്ല, ഞാൻ ഐ തിങ്ക് അബൌട്ട് 10 years മുമ്പ് അമൃത ടിവിയില് ബിജിപാൽ സാറുടെ ഒപ്പം പിന്നെ മധു ചേട്ടൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു സീസൺ ഫുള്ളായിട്ട് ചെയ്തു അമൃത ടിവിയില്. അപ്പോൾ ഐ ഹാവ് ഓൾ ദോസ് ഫോണ്ട് മെമ്മറീസ്. ആൻഡ് എപ്പോഴും ഇങ്ങനത്തെ സൂപ്പർ സ്റ്റാർ എസ്പെഷ്യലി പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കസ്ട്രൻ ചേട്ടന്മാർ അടിപൊളിയാണ്. അത് അങ്ങനെ ലൈവായിട്ട് ഒരു നമ്മള് ഓർക്കസ്ട്രേഷൻ കേൾക്കുമ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് ബീങ് യുനോ ഹെവൻലി ആണ്. അതുകൊണ്ട് ചേച്ചി ഞങ്ങൾ സൂപ്പർ ഓർക്കസ്ട്ര എന്ന് പേരിട്ടേക്കുന്നത്. അതെ, ഇറ്റ്സ് ബ്രില്യന്റ് ടൈറ്റിൽ ഫോർ ദം. ആൻഡ് നമ്മുടെ കുട്ടികളെ മിടുക്കന്മാരല്ലേ, മിടുക്കന്മാരാണ്. അപ്പോ നേരിട്ട് കേൾക്കാൻ ഒരുപാട് കൊതിയുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇനി ശരത് സാറിന്റെ കേൾക്കാം. ശരത്തേട്ടൻ ഒന്നും പറയുന്നില്ല എന്നെ കുറിച്ച്. നല്ലത് മാത്രമേ പറയുള്ളൂ. ആദ്യം വന്നതൊക്കെ പറയാൻ കൊള്ളത്തില്ല. അല്ല, ഞാൻ പറയട്ടെ, ആദ്യം അവര് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആ കാലത്ത് ഒരു ആഡ് ഹിന്ദിയിൽ പാടിയത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പോലും കൊടുത്തിട്ടില്ല ഇതുവരെ. പക്ഷെ പറയും അനുരാധ പോലെ ഒരു ജ്ഞാനസ്ഥിയില്ല, പാടുന്നുണ്ട്, എല്ലാം പറയും. ഇത് വെറും പ്രോമിസസ് മാത്രമല്ല. അതിനെല്ലാം പിന്നെ വൈക നീ നോക്കണ്ട കേട്ടോ, പോകുന്നല്ലോ വെറുതെ. ഒന്നും പറയണ്ട. അല്ല, പക്ഷെ പറയും ഒരുപാട് സ്നേഹമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അനു എന്ന് പറയുമ്പോ നമുക്ക് എന്താ പറയണ്ട, ഒരു കുറെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാര്യം സ്വീറ്റ് ഹാർട്ടാണ്. കാര്യം നമ്മൾ അസാധ്യമായിട്ട് പാടും. അത് നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ കണക്ട്. ഡെയിലി ഒന്നോടൊരു ഹംസധ്വനി പാട്ട്, ഏതോ ഒരു കടവുൾ പാട്ടിനകത്ത് റേഡിയോയിലെ കേപ്പ ക്ഷമ ഇറക്കിയ അത് ரொம்ப ഒരു അത്ഭുതം. അത് ഞാനതുകൊണ്ട് നമ്മള് ചെന്നൈക്കാരാണ്. അപ്പൊ അത് കുറെ സന്തോഷം. ധന്യയായി. ഏതാണ് ചേച്ചി ആ സോങ്? നാദാ ഗണനാദാ തെരിയാദാ എൻ മനമേ ഗജമുഖദേവാ ഒരു പൂവായി പണിന്തേനേ നിൻ പദമേ നാദാ. അതുപോലെ എനിക്ക് അനു പാടുന്ന ഒരു ഹിന്ദി ഏതോ ഒരു സീരിയൽ ടൈറ്റിൽ സോങ് ആണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. അത് ഈ ഇടയ്ക്ക് നമ്മുടെ ശ്രീനിവാസേട്ടൻ നമ്മുടെ ഇവിടെ വന്നിട്ടില്ല, ശ്രീനിവാസേട്ടൻ പറഞ്ഞ ആ പാട്ടിനെ പറ്റി അത് കുറേ സന്തോഷം. പിന്നെ അനു പാടുന്ന എത്രയോ പാട്ടുകൾ നമുക്ക് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്കൊന്ന് അതിനുശേഷം ഒന്ന് കൃത്യമായിട്ട് ആ ഒരു ചേരാൻ പറ്റിയില്ല. പക്ഷെ അത് നമുക്ക് ഉടനെ ചെയ്യാം. പിന്നെ വേഴ്സറ്റൈൽ സിംഗർ അല്ലേ ഷാനിക്ക? അയ്യോ, ഇപ്പൊ നമ്മള് ഇതൊക്കെ കേട്ടെങ്കിലും എന്തൊക്കെയാ കറുപ്പതാ എനിക്ക് എന്തൊക്കെ കൈൻഡ് ഓഫ് സോങ്സ് ആണ്. എന്തൊക്കെ അങ്ങനെ എന്തൊക്കെ എത്ര പാട്ടുകൾ.